ചില സഭാധ്യക്ഷന്മാർ കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ഓശാന പാടുന്നവരായി മാറിയെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ്. സ്വന്തം രാഷ്ട്രീയത്തിനായി അവർ സഭയെ ഉപയോഗിക്കുകയാണെന്നും പണം ഉപയോഗിക്കുന്നത് നേരായ മാർഗത്തിലാണെങ്കിൽ FCRAയെ ഭയക്കേണ്ടത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. വർഗീയ ധ്രുവീകരണവും വോട്ട് വിൽപ്പനയും നടന്നിട്ടുണ്ടെന്നും എറണാകുളത്തെ 6 മണ്ഡലങ്ങളിൽ NDA വിജയിക്കുമെന്നും സാബു എം ജേക്കബ് ജനം ടിവിയോട് പ്രതികരിച്ചു. എറണാകുളം ജില്ലയിലെ 2020 ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് വർധനവ് അനുകൂലമായാണ് പാർട്ടി കാണുന്നത്. എന്നാൽ NDAക്കെതിരെ ശക്തമായ വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ട്. കുന്നത്തുനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ CPM വോട്ട് വിൽപ്പന നടത്തിയതായും സംശയിക്കുന്നു. എറണാകുളത്ത് മാത്രം 6 സീറ്റുകൾ 2020 പ്രതീക്ഷിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വോട്ട് കച്ചവടങ്ങൾ, അതാണ് അവർ വളരെ തന്ത്രപരമായിട്ട് അതിനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എറണാകുളം ജില്ലയിലും അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനുമായിട്ടുള്ളൊരു അവകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ തന്നെ NDA 6 സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്തെ ചില സഭാധ്യക്ഷന്മാരുടെ തീവ്ര സ്വഭാവത്തിലുള്ള പ്രതികരണത്തിന് പിന്നിൽ അന്ധമായ രാഷ്ട്രീയമാണെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. ചില സഭാധ്യക്ഷന്മാർ കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ഓശാന പാടുന്നവരായി മാറി. നേരായ മാർഗത്തിലാണെങ്കിൽ FCRAയെ ഭയക്കേണ്ടത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. ചില മേലധ്യക്ഷന്മാർ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഓശാന പാടുന്ന ആളുകളായി മാറി എന്നുള്ളതാണിത്. ഈ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ അവർ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരും തീവ്ര കോൺഗ്രസ്സുകാരുമാണത്. അത് ഒരിക്കലും ഇത് പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സഭയെ ഉപയോഗിച്ച ആളുകളാണത്. എന്തിനവർ ഭയപ്പെടുന്നു? ഈ പറയുന്ന FCRA അനുസരിച്ച് ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ പർപ്പസിന് തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. FCRA നിയമത്തിൽ ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകാം. സഭാ തർക്കത്തിൽ 6 മാസത്തിനകം പരിഹാരമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടപെട്ടതെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി.